വിധവകളെ സംരക്ഷിക്കേണ്ടത് അപ്പൊ മനുഷ്യൻ എന്ന നിലയിൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുകയാണ് അവരെ സന്ധിക്കാൻ വേണ്ടി. അപ്പൊ ദൈവത്തിന്റെ പേരില് ദൈവത്തിന് വേണ്ടിയാണ് നമ്മൾ അവരെ അനാഥരെയും വിധവകളെ സംരക്ഷിക്കുന്നത്. അത് ദൈവത്തോടുള്ള ഭക്തിയാണ്. അതിനെ വചനം വിളിക്കുന്നത് നിഷ്കളങ്കമായ ഭക്തി എന്നാണ്. ലോകത്തിന്റെ കളങ്കമേൽക്കാതെ ലോകത്തിന്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക. അപ്പൊ കളങ്കിത ഭക്തിയുണ്ട്. കളങ്കിത ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 100% നമ്മുടെ ആ ഭക്തിയുടെ ഉദ്ദേശം നമ്മളുടെ ആവശ്യങ്ങളായിരിക്കും. അത് പാലം കയറുപോളും നാരായണ, പാലം കയറി കഴിഞ്ഞ് കൂരായണ എന്നൊക്കെ പറയും. അത് പറയുന്നത് അതുപോലെ തന്നെ കളങ്കിത. ഇപ്പൊ ചില ആൾക്കാരൊക്കെ ചില പണികളൊക്കെ ഉരുള് നേർച്ചൊക്കെ ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നേർച്ചയാണത്. കാര്യം സ്റ്റാറ്റസ് ഡിമിനിഷ് ആക്കുന്ന, എളിമപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അപ്പൊ ആൾക്കാർ ഉരുണ്ടൊക്കെ പോവും. ഇപ്പൊ ഞാൻ ചിലരൊക്കെ പണ്ടിലൊക്കെ കൊച്ചനായിട്ട് വർക്ക് ചെയ്യുമ്പോ ഞാൻ ചോദിക്കുവേ, എന്തിനാണ് ഇങ്ങനെ ഉരുണ്ട് വന്നത്? ഇപ്പൊ മാതാവിന്റെ സെബസ്റ്റൈനോസിന്റെ പുഴാണ്ട് നേർച്ചയ്ക്ക് ആൾക്കാർ ഉരുണ്ട് വരും. ആ ഇടലക്കുറിച്ച് നാനവാതിൽ വരെ ഉരുണ്ട് വരും. അപ്പൊ ഞാൻ ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ ഉരുണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പറയും, പക്ഷെ ഭയങ്കര വയറുവേദനയെന്ന് വെച്ചാ അതൊന്നും മാറാൻ വേണ്ടി ഞാൻ അന്ന് നേർന്നതാണ്. അപ്പൊ അത് മാറിയത്. പക്ഷെ എന്താ സംഭവം, അവരുടെ ആ ഒരു രോഗത്തിന്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് ഇത്തരം പങ്കപ്പാട് അനുഭവിച്ചത്. അപ്പൊ അതിനകത്ത് ദൈവത്തിനല്ല ഒരു പ്രാധാന്യം, ദൈവത്തിന് പ്രാധാന്യം ഉണ്ടെങ്കിലും അവരുടെ ഒരു ആവശ്യം കൂടി അതിനകത്ത് ഉണ്ട്. അപ്പൊ അങ്ങനെ അവരുടെ ആവശ്യമുള്ളത് ഉണ്ടായി കഴിഞ്ഞാല് പിന്നീട് അവരുടെ ജീവിതത്തില് ദൈവികമായ ജീവിത സുവിശേഷത്തിന്റെ ചൈതന്യമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഭക്തി കളങ്കിത ഭക്തിയാവും. അതൊരു സീരിയസ് ആണ്, സൂക്ഷിക്കണം. അപ്പൊ അതായത് ഞാനൊരു സ്ഥലത്ത് വികാരിയല്ല കൊച്ചനായിട്ടിരിക്കുകയും അപ്പൊ കുരിശിന്റെ വഴി നടത്തുകയാണ്. വീട് വീഴാൻ കുരിശിന്റെ വഴി പോകുമ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന ചെടുത്തിയാണ്. അവരെ 12ാം സ്ഥലത്ത് കണ്ടില്ല, പക്ഷെ 13ാം സ്ഥലത്ത് കണ്ടു. അവിടെ വീട് വേറെ എവിടെയൊക്കെ എനിക്കറിയാം. പക്ഷെ ഈ 12ാം സ്ഥലത്ത് ഞാൻ ചോദിച്ചു, എന്റെ സ്വഭാവം അന്ന് അങ്ങനെ ഇരുന്നു. ഇന്നിപ്പോ ഞാൻ അങ്ങനെ ആൾക്കാരെ സ്വഭാവത്തില്ല. ചേച്ചി 12ാം സ്ഥലത്ത് കണ്ടില്ലല്ലോ, എവിടെ പോയെന്ന് ചോദിച്ചു. അവര് പിന്നെ 14ാം സ്ഥലത്ത് 13ാം സ്ഥലത്തൊക്കെ വന്നത്. അപ്പൊ അന്ന് ഈ ആൾക്കാർ കുറവായാണ്, ആൾക്കാർ നോക്കി